നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യ കത്തിയമരാൻ പോകുന്നതിന്റെ സൂചന പുറത്ത്. ഒരു ഘോര യുദ്ധത്തിന്റെ വക്കിലേക്ക് തുർക്കി ഇസ്രയേൽ പോർവിളി. സിറിയൻ മണ്ണിൽ ആയുധങ്ങൾ ഇറക്കി പിടിമുറുക്കുന്ന തുർക്കിക്ക് നേരെ തീതുപ്പി ജൂതപ്പട ഇരച്ചിറങ്ങിയിരിക്കുന്നു. സിറിയയിൽ വേരുറപ്പിക്കാനുള്ള എർദോഗാന്റെ പദ്ധതി പിളർത്തി നെതന്യാഹു. ഇസ്രയേലും തുർക്കിയും തമ്മിലുള്ള പോർക്കളമായി സിറിയ മാറുന്നു. ഓഗസ്റ്റ് 18-ന് സിറിയൻ അതിർത്തിക്കടുത്തുള്ള അബു അൽ ദുഹൂർ വ്യോമതാവളത്തിന്റെ നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ സിറിയയ്ക്ക് തുർക്കി കൈമാറാനിരുന്ന ആധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ആർമേഡ് പേഴ്സണൽ കരിയറുകളും തകർക്കപ്പെട്ടു. ഇസ്രയേലിന്റെ തീക്കളി അവരുടെ നഗരത്തിനെന്നും ജൂതരാഷ്ട്രം അതിരുകടക്കുന്നുവെന്നും വെല്ലുവിളിച്ച് എർദോഗാൻ രംഗത്തേക്ക് വന്നത് ജൂതപ്പടയെ ചൊടിപ്പിച്ചു. സിറിയ വഴി ഇസ്രയേലിന് നേർക്കുള്ള ഏതു നീക്കത്തിനും കനത്ത തിരിച്ചടിയെന്ന് ഇസ്രയേൽ മറുപടി കൊടുത്തു. സിറിയ ഇപ്പോൾ ഇസ്രയേൽ നിരീക്ഷണത്തിലാണ്. സിറിയയിലെ ആഭ്യന്തര യുദ്ധസമയത്ത് ഗോലാൻ കുന്നിൽ ചുവടുറപ്പിക്കാനും അവിടം പിടിച്ചെടുക്കാനും ഇസ്രയേലിന് കഴിഞ്ഞിരുന്നു. മുൻപ് സിറിയ ഹിസ്ബുള്ളയുടെ വിളനിലമായിരുന്നു, ലബനിലേക്കുള്ള ഇറാന്റെ ആയുധക്കടത്തിന്റെ പ്രധാന പാത. എന്നാൽ ഹിസ്ബുള്ളയെ അടിച്ചൊതുക്കിയിടുകയും സിറിയൻ മണ്ണിലേക്ക് കയറാനും ഇസ്രയേലിന് കഴിഞ്ഞതോടെ ഇവിടം കേന്ദ്രീകരിച്ച് ചെറുവിരൽ അനക്കാൻ ഇറാൻ ഇപ്പോൾ കഴിയുന്നില്ല. സിറിയ അത്രത്തോളം ഇസ്രയേലിന്റെ കൺട്രോളിലായെന്ന് സാരം. എന്നാൽ ഇതെല്ലാം തകിടം മറിച്ചാണ് തുർക്കിയുടെ കടന്നുവരവ്. ഒരു കാരണവശാലും തുർക്കിയുടെ പദ്ധതികൾ സിറിയയിൽ നടപ്പാകില്ലെന്ന് ഇസ്രയേൽ കട്ടായം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇരുകൂട്ടരും നേർക്കുനേർ പോരിലേക്ക്. ഇസ്രയേൽ തുർക്കി പോർവിളി അതിരു കടക്കുന്നതോടെ വിഷയം കൂടുതൽ വഷളാകാതിരിക്കാനും പുതിയ പോർമുഖം തുറക്കാതിരിക്കാനും അയൽ രാജ്യങ്ങളുടെ ഇടപെടൽ. സംഘർഷം ഒരു യുദ്ധത്തിലേക്ക് പോകുന്നത് തടയാൻ അസർബൈജാൻ വഴി രഹസ്യ നയതന്ത്ര ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും തുർക്കിയുടെയും ഇസ്രയേലിന്റെയും സിറിയയിലെ താൽപര്യങ്ങൾ ഏതു സമയത്തും സായുധ സംഘർഷത്തിലേക്ക് പോകാനുള്ള സാധ്യതകളാണ് തുറന്നിടുന്നത്. യുക്രൈൻ, ഇറാൻ എന്നീ യുദ്ധങ്ങൾക്ക് പുറമെ സിറിയയിൽ കൂടി മറ്റൊരു പോരാട്ടം തുടങ്ങുന്നത് ആഗോളക്രമത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം എത്രത്തോളമെന്ന് വിലയിരുത്താൻ സാധിക്കില്ല. ഒരുപക്ഷെ രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ലോകം അഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയായി ഇത് മാറിയേക്കാം. സിറിയയിലെ ഇസ്രയേലിന്റെയും തുർക്കിയുടെയും കളികൾ. സിറിയയിലെ ബഷർ അൽ അസദ് ഭരണകൂടത്തിന്റെ പതനത്തോടെ മേഖലയിൽ മുൻപുണ്ടായിരുന്ന റഷ്യൻ, ഇറാനിയൻ സൈനിക രാഷ്ട്രീയ സ്വാധീനത്തിന് കടുത്ത തിരിച്ചടി നേരിട്ടു. ഈ ഭരണശൂന്യതയിലേക്ക് സ്വന്തം ആധിപത്യം സ്ഥാപിക്കാൻ തുർക്കിയും ഇസ്രയേലും നടത്തുന്ന നയതന്ത്ര സൈനിക നീക്കങ്ങൾ സിറിയയെ ഇരു രാജ്യങ്ങളുടെയും പരോക്ഷ യുദ്ധഭൂമിയാക്കി മാറ്റിയിരിക്കുകയാണ്. തങ്ങളോട് പൂർണ്ണമായി കൂറുപുലർത്തുന്ന ഒരു ഭരണകൂടം ഡമാസ്കസിൽ നിലനിർത്തുക എന്നതാണ് തുർക്കിയുടെ ആഗ്രഹം. അഹമ്മദ് അൽ ഷാറയുടെ നേതൃത്വത്തിലുള്ള പുതിയ സിറിയൻ സർക്കാരുമായി തുർക്കി സ്ഥാപിച്ച ആഴത്തിലുള്ള സൈനിക സഹകരണം ഇതിന്റെ ഭാഗമാണ്. സിറിയൻ സായുധ സേനയെ പുനർനിർമ്മിക്കുന്നതിനായി ആയുധങ്ങൾ, ലോജിസ്റ്റിക് പിന്തുണ, സൈനിക പരിശീലനം എന്നിവ നൽകാൻ തുർക്കി ഔദ്യോഗികമായി കരാറിലേർപ്പെട്ടു. സിറിയൻ നാഷണൽ ആർമി പോലുള്ള തങ്ങളുടെ പ്രോക്സി ശക്തികളെ ഉപയോഗിച്ച് വടക്കൻ സിറിയയിൽ സ്വാധീനം ഉറപ്പിച്ച തുർക്കി സിറിയയുടെ ഭാവി രാഷ്ട്രീയ സൈനിക ഘടനയിൽ അവിഭാജ്യ ഘടകമാകാൻ ശ്രമിക്കുന്നു. മറുവശത്ത് തെക്കൻ സിറിയയിലും ഗോലാൻ കുന്നുകൾക്ക് സമീപവും വിപുലമായ സുരക്ഷാ ബഫർ സോൺ നിർമ്മിച്ച് സ്വന്തം അതിർത്തി സുരക്ഷിതമാക്കാനാണ് ഇസ്രയേൽ ശ്രമിക്കുന്നത്. സിറിയൻ വ്യോമമേഖലയിൽ പതിറ്റാണ്ടുകളായി തങ്ങൾക്കുണ്ടായിരുന്ന സമ്പൂർണ്ണ വ്യോമാധിപത്യത്തിന് തുർക്കിയുടെ സായുധ സാന്നിധ്യം കടുത്ത ഭീഷണിയാണെന്ന് ഇസ്രയേൽ വിലയിരുത്തുന്നു. പ്രത്യേകിച്ചും തുർക്കി നിർമ്മിത ആധുനിക ഡ്രോണുകൾ, റഡാർ സംവിധാനങ്ങൾ, വ്യോമ പ്രതിരോധ മിസൈലുകൾ എന്നിവ സിറിയയിൽ വിന്യസിക്കുന്നത് തങ്ങളുടെ ഭാവി സൈനിക നീക്കങ്ങളെ തടസ്സപ്പെടുത്തുമെന്ന ഭയം ഇസ്രയേലിനുണ്ട്. മാത്രമല്ല, ഇറാന് ശേഷം തങ്ങൾ നേരിടാൻ പോകുന്ന പ്രധാന സുരക്ഷാ ഭീഷണിയായാണ് തുർക്കിയെ ഇസ്രയേൽ രഹസ്യാന്വേഷണ വിഭാഗം വിലയിരുത്തുന്നത്. സിറിയയെ ചൊല്ലിയുള്ള സംഘർഷം ദീർഘകാലത്തേക്ക് നീണ്ടുനിൽക്കുമെന്ന് വിലയിരുത്തുന്നവരും കുറവല്ല. ഇസ്രയേലും തുർക്കിയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ അടുത്തിടെ വലിയ ഇടിവുണ്ടായിട്ടുണ്ട്. ഗസയിലേക്ക് സഹായവുമായി പോയ ആക്ടിവിസ്റ്റ് കപ്പൽ ഇസ്രയേൽ തടഞ്ഞതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തെ തുടർന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ തുർക്കി അന്താരാഷ്ട്ര അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുകയും ഇന്റർപോളിന്റെ റെഡ് കോർണർ നോട്ടീസ് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇതിന് മറുപടിയായി നെതന്യാഹുവിന്റെ ഓഫീസ് ഉർദുഗാനെ ജൂതവിരുദ്ധ സ്വേച്ഛാധിപതി എന്നാണ് വിശേഷിപ്പിച്ചത്. കുർദുകളെ തുർക്കി പ്രസിഡന്റ് ഉർദുഗാൻ കൂട്ടക്കൊല ചെയ്യുകയാണെന്നും ഹമാസ് അംഗങ്ങൾക്ക് അഭയം നൽകുന്നുണ്ടെന്നും ആരോപിച്ചു. കൂടാതെ സൈപ്രസിന്റെ പകുതി ഭാഗം തുർക്കി കൈയടക്കി വെച്ചിരിക്കുകയാണെന്നും പത്രപ്രവർത്തകരെയും രാഷ്ട്രീയ എതിരാളികളെയും ജയിലിൽ അടയ്ക്കുകയാണെന്നും നെതന്യാഹുവിന്റെ ഓഫീസ് ആരോപിച്ചിരുന്നു.
ഈ നീക്കങ്ങളൊക്കെ നിരീക്ഷിക്കുമ്പോൾ ഇസ്രയേലും തുർക്കിയും തമ്മിൽ ശത്രുത വളരുന്നുണ്ടെന്നത് വ്യക്തമാണ്. കേന്ദ്രീകൃതവും സുസ്ഥിര സൈനിക ശേഷിയുമുള്ള ഒരു രാജ്യമായി സിറിയ തുടരണമെന്നാണ് തുർക്കി ആഗ്രഹിക്കുന്നത്. എന്നാൽ സിറിയ ദുർബലവും വിഘടിതവുമായി തുടരാനാണ് ഇസ്രയേൽ ആഗ്രഹിക്കുന്നത്. സിറിയ ഒരു ദുർബല രാഷ്ട്രമായി മാറുന്നത് തീവ്രവാദ ഗ്രൂപ്പുകൾ വളരാൻ കാരണമാകുമെന്നതിനാൽ ഇസ്രയേലിന്റെ ഈ നിലപാടിനോട് US, UK, യൂറോപ്യൻ രാജ്യങ്ങൾ യോജിക്കുന്നില്ല. ലെബനനിൽ ഇസ്രയേലിന്റെ അധിനിവേശവും ദുർബലമായ ഭരണകൂടവും ഹിസ്ബുള്ളയുടെ വളർച്ചയ്ക്ക് കാരണമായത് ഇതിനൊരു ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. എന്നാൽ ഇസ്രയേലിന്റെ ഭീതി ഇതൊന്നുമല്ല. സിറിയയിലും മെഡിറ്ററേനിയൻ മേഖലയിലും വ്യക്തമായ അതിരുകൾ നിശ്ചയിച്ചില്ലെങ്കിൽ തുർക്കി സൈന്യവും നാവികസേനയും ഇസ്രയേലിന്റെ അതിർത്തികളിലേക്ക് കൂടുതൽ അടുത്തേക്കും എന്ന് ഇസ്രയേൽ ആശങ്കപ്പെടുന്നത്. മറുവശത്ത് തുർക്കിയാകട്ടെ മുമ്പ് പലസ്തീൻ വിഷയത്തിലായിരുന്നു കൂടുതൽ ശ്രദ്ധിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ സിറിയയിലെ ഇസ്രയേൽ സൈനിക നീക്കങ്ങൾ സ്വന്തം ദേശീയ സുരക്ഷയ്ക്ക് നേരെയുള്ള വെല്ലുവിളിയായാണ് കാണപ്പെടുന്നത്. യുക്രൈൻ, ഇറാൻ എന്നീ യുദ്ധങ്ങൾക്ക് പുറമെ സിറിയയിൽ രണ്ട് പ്രബല ശക്തികൾ സൈനികമായി ഏറ്റുമുട്ടുന്നതിലേക്ക് എത്തുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷമുള്ള ഏറ്റവും ഗുരുതരമായ ആഗോള പ്രതിസന്ധിയിലേക്കാകും എത്തിക്കുക. റഷ്യയുടെ യുക്രൈൻ അധിനിവേശം യൂറോപ്യൻ ഭൂഖണ്ഡത്തിലെ സുരക്ഷാക്രമത്തെ തകർത്തപ്പോൾ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാനിൽ തുടക്കം കുറിച്ച യുദ്ധം പേർഷ്യൻ ഗൾഫിലുടനീളം പടർന്നു പിടിക്കുകയും ആഗോള ഊർജ്ജ വിതരണത്തിന്റെ ക്രമം തകർക്കുകയും ചെയ്തു. ഊർജ്ജ ഗതാഗതത്തിന്റെ പ്രധാന നാഡീഞരമ്പുകളായ ഹോർമുസ് കടലിടുക്കിലും ചെങ്കടൽ, ബാബൽ, മന്ദേബ് പാതകളിലും ഉണ്ടായ ആക്രമണങ്ങൾ കാരണം അന്താരാഷ്ട്ര വിപണിയിൽ ദ്രവീകൃത പ്രകൃതിവാതകത്തിന്റെയും ബ്രന്റ് ക്രൂഡ് ഓയിലിന്റെയും വില കുത്തനെ ഉയർന്നു. ചരക്കു കപ്പലുകളുടെ ഇൻഷുറൻസ് തുകയിലും യാത്രാ ചെലവിലും വന്ന വർധന വികസ്വര രാജ്യങ്ങളുടെ ഇറക്കുമതി ചെലവ് ഗണ്യമായി വർദ്ധിപ്പിച്ചു. ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങൾക്കും പ്രതിസന്ധികളുണ്ടായി. ഈ പ്രശ്നങ്ങൾക്കൊപ്പം സിറിയ കൂടി ലോകത്തിന് തലവേദനയാകുകയാണെങ്കിൽ അത് മറ്റൊരു പ്രതിസന്ധിയാണ് ഉണ്ടാക്കുക. മെഡിറ്ററേനിയൻ മേഖലയും ആഗോള വ്യാപാരത്തിന്റെ നിർണായക ഭാഗമാണ്. ഇത് യൂറോപ്പിനെയും പശ്ചിമേഷ്യയിലെ മറ്റ് രാജ്യങ്ങളെയും ബാധിക്കും. ഇന്ത്യയുടെ സാമ്പത്തിക, സുരക്ഷ, നയതന്ത്ര മേഖലകളിലും ഇത് ആഴത്തിലുള്ള പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആവശ്യമായ ക്രൂഡ് ഓയിലിന്റെ 80 മുതൽ 84% ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യക്ക് എണ്ണവിലയിൽ ഉണ്ടാകുന്ന ഓരോ വർധനവും വലിയ സാമ്പത്തിക ഭാരമാണ് സൃഷ്ടിക്കുന്നത്. ഇറാനിലെ യുദ്ധം മൂലം ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള എണ്ണക്കടത്ത് തടസ്സപ്പെട്ടതോടെ ഇന്ത്യ തങ്ങളുടെ ഊർജ്ജ ഇറക്കുമതി സ്രോതസ്സുകൾ പുനഃക്രമീകരിക്കാൻ നിർബന്ധിതരായി. മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയുടെ വിഹിതം കുറയുകയും പകരമായി ലാറ്റിൻ അമേരിക്കയിൽ നിന്നും മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നും കൂടിയ നിരക്കിൽ എണ്ണ എത്തിക്കേണ്ടിയും വന്നു. ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി ഇപ്പോൾ തന്നെ പ്രതിസന്ധിയിലാണ്. ഇതിന്റെ ശവപ്പെട്ടിയിലേക്ക് ആണിയടിക്കുന്നതിന് തുല്യമാകും സിറിയയിലെ പുതിയ സംഘർഷം വളർന്നാൽ സംഭവിക്കേണ്ടത്. എടുത്തു പറയേണ്ടത് ഐക്യരാഷ്ട്രസഭയുടെ പരാജയത്തെയാണ്. ഉടനെങ്ങും അവസാനിക്കാത്ത തരത്തിലാണ് റഷ്യ യുക്രൈൻ യുദ്ധം മുന്നോട്ടു പോകുന്നത്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധവും അവസാനിച്ചിട്ടില്ല. സിറിയയിൽ ഇസ്രയേലും തുർക്കിയും തമ്മിൽ നേർക്കുനേർ വരുന്നതുകൂടി ഉണ്ടായാൽ അന്താരാഷ്ട്ര ക്രമത്തിന്റെ പൂർണ്ണമായ വീഴ്ചയായി മാറും. ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾ നിർവീര്യമാക്കപ്പെടുകയും ഏകധ്രുവ ലോകക്രമത്തിൽ നിന്ന് അസ്ഥിരമായ ഒരു ബഹുധ്രുവ ക്രമത്തിലേക്ക് ലോകം മാറ്റപ്പെടുകയും ചെയ്യും. ഉപരോധങ്ങളും വ്യാപാര തടസ്സങ്ങളും മൂലം അന്താരാഷ്ട്ര വിതരണ ശൃംഖലകൾ വിഭജിക്കപ്പെടുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയെ കടുത്ത മന്ദതയിലേക്കും പണപ്പെരുപ്പത്തിലേക്കും തള്ളിയിടും. ഇത് വികസ്വര രാജ്യങ്ങളെയും ദുർബല രാജ്യങ്ങളുടെ നിലനിൽപ്പിനെയും അപകടത്തിലാക്കും. ആഗോളതലത്തിൽ അനിശ്ചിതത്വങ്ങൾ സാധാരണയാകും. സിറിയയിൽ തുർക്കിയുമായി നേരിട്ടോ പരോക്ഷമായോ ഒരു സൈനിക ഏറ്റുമുട്ടലിലേക്ക് കടക്കാൻ ഇസ്രയേൽ തുനിയുകയാണെങ്കിൽ മക്ക കരാറിലെ പരസ്പര പ്രതിരോധ സഹകരണ വ്യവസ്ഥകൾ ഇസ്രയേലിന്റെ നീക്കങ്ങൾക്ക് വലിയ തടസ്സങ്ങൾ സൃഷ്ടിക്കും. എന്നാൽ സിറിയ ഇരു രാജ്യങ്ങളുടെയും പരോക്ഷ യുദ്ധമേഖലയായി മാറുകയാണെങ്കിൽ അത് മറ്റൊരു പ്രതിസന്ധിയാണ്. നേരിട്ടുള്ള ആക്രമണത്തിനെ മാത്രമേ മക്ക കരാർ വഴി പ്രതിരോധിക്കാനാവൂ. സിറിയയിലെ അസദ് ഭരണത്തെ വീഴ്ത്തിയതിനു പിന്നിൽ ഇസ്രയേലിന്റെ രഹസ്യ ഇടപെടലുണ്ടായിരുന്നു എന്നത് വസ്തുതയാണ്. മേഖലയിൽ ഇറാന്റെ സ്വാധീനം ദുർബലപ്പെടുത്തുന്നതിനാണ് അസദിനെ താഴെയിറക്കാൻ ഇസ്രയേൽ കൈയയച്ച് സഹായിച്ചത്. അതിലൂടെ ഇസ്രയേലിന്റെ ഭീഷണിയായ ലെബനനിലെ ഹിസ്ബുള്ളയെ ദുർബലപ്പെടുത്താൻ അവർക്ക് സാധിച്ചു. എന്നാൽ ഇറാനും റഷ്യയും പിന്മാറിയ സിറിയ ഇന്ന് പൂർണ്ണമായും അഹമ്മദ് അൽഷാറയുടെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരിന്റെ നിയന്ത്രണത്തിലല്ല. സിറിയയിലെ കുർദുകളും മറ്റ് വിമത ഗ്രൂപ്പുകളും ഭീകര സംഘടനകളും തങ്ങളുടെ സ്വാധീന മേഖല വിപുലമാക്കാനുള്ള ശ്രമത്തിലാണ്. ഇതിലേക്കാണ് അയൽരാജ്യമായ തുർക്കിയും കടന്നുകയറുന്നത്. മലയാളി വാർത്ത ഇൻസൈഡ്.